എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? സമാധിയാകാൻ പോകുന്നുവെന്ന് പറഞ്ഞ അച്ഛനെ സ്ലാബിട്ട് മൂടി എന്നാണ് മക്കൾ മൊഴി നൽകിയത്. കളറായിട്ടുണ്ടല്ലോ. എന്തായാലും വളരെ വിചിത്രമായൊരു സംഭവമാണിത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് സുനീഷ? അതായത് പിതാവായ ഗോപൻ അദ്ദേഹം സമാധിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് വന്നിരുന്നു. ഇവിടെ നിന്നും മരണപ്പെട്ടു. അതിനുശേഷം ഈ മകൻ ഇവിടെ സ്ലാബ് ഇട്ട് മൂടി എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. I feel something fishy. വെളുപ്പാങ്കാലം ഇതെല്ലാം ചടങ്ങെല്ലാം കഴിഞ്ഞ് നമ്മൾ പുഴയെ കൊണ്ടുവന്ന് പോസ്റ്റർ ഒട്ടിച്ച് അച്ഛൻ സമാധിയായി എന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ച്. ബ്യൂട്ടിഫുൾ. അച്ചു, ഒരു പ്രശ്നമുണ്ട്, നമുക്കൊന്ന് പ്രതികരിക്കണം. എന്താ പ്രശ്നം? പെട്ടെന്ന് ദിവസം ഒരു രാവിലെ ചോദിച്ചപ്പോൾ ഒരാൾ മരണപ്പെട്ടു എന്നൊരു പോസ്റ്റർ കാണുന്നു. അങ്ങനെ എവിടെയെങ്കിലും ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഒരാൾ പോലും അറിയാതെ ഒരാൾ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ ഞാൻ ശക്തമായിട്ട് ആഞ്ഞടിക്കൂടി. 11:30 മണിയായപ്പോൾ എന്റെ അച്ഛൻ വ്യാഴാഴ്ച കാലത്ത് 11:30 മണിയായപ്പോൾ ചടങ്ങുകളെല്ലാം സമാധിയായി. എന്നിട്ട് എന്താ അയാൾ മരിച്ചുപോയി. എന്നിട്ട് ഈയനേക്ക് മുമ്പ് ഞാൻ അതിന് തക്കനെന്ന് കുഴിച്ചിട്ടു. ലവിടെ അലോനപ്പാ തല ലവിടെ ലുടൽ അതിന്റെ ലപ്പുറത്താട്ടോ. എന്തൊക്കെയാണ് നടക്കുന്നേ? ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ് സമാധി. എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച സമാധിയെ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഉള്ളതാണോടാ? അതെന്നാ ചോദ്യം സംഭവിച്ച ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഇത്ര കാര്യത്തില് ഇതെന്നാ പറയുന്നത്? ബിപിക്കുള്ള ഗുളികയും കഴിച്ചു. പിന്നെ ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് കഞ്ഞിയൊക്കെ കുടിച്ചു സമാധിയാവാൻ പോകുന്നതെന്ന് വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് വന്ന് സമാധി ഇരുന്നത്. ഇവിടെ എന്തെന്നും അത് ഈ പറയുന്നല്ലോ. ഈ കേസലാകെ കുഴഞ്ഞു പറയുന്ന പോലെ ഉണ്ടല്ലോ. വിപിയുടെ ഗുളിക കഴിച്ച്, ഷുഗറിന്റെ ഗുളിക കഴിച്ച്, പിന്നെ കഞ്ഞി കുടിച്ച് മരിക്കാൻ പോണ ആൾ ഇതെല്ലാം ചെയ്തിട്ട് പോകും. ഈ പറഞ്ഞത് ന്യായം. ജീവൻ പോയി എന്നറിയാൻ ഡോക്ടർമാർ വല്ലതും പറയണ്ടേ? അങ്ങനെ പാടില്ല. എന്തോന്ന് അടവ് എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? പോകുമ്പോൾ നമ്മൾ തന്റെ സ്പന്ദ നാടി ഇടുപ്പ് നിൽക്കും, തന്റെ ശ്വാസം നിൽക്കും. ഞാൻ ക്ഷേത്ര പൂജാരിയാണ്, എനിക്ക് അറിയാൻ പറ്റും. നിർത്ത്, കുറെ നേരമായല്ലോ ഒരുമാതിരി ലോജിക്കില്ലാത്ത മണ്ടൻ കഥ. മതി, നിർത്ത്. കേട്ടുകേൾവില്ലാത്തൊരു സംഭവമല്ലേ ഇതൊക്കെ. വടക്കേന്ത്യയിലൊക്കെ നടക്കുമായിരിക്കും. ഇവിടെ അയാൾ പറയുന്നു ആത്മാവ് പോകുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത്. മൊത്തത്തിൽ കേട്ടിട്ട് എനിക്ക് നല്ല ലോജിക്കും ഇത്രയും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കഥ ഞാൻ കേട്ടിട്ട് ഒന്ന് പോയത്. ഇത് പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് അമ്മയ്ക്ക് അതിന്? അമ്മയ്ക്ക് പറ്റൂല. സമാധി മൂഡ് പോകും. സമീറ, നിങ്ങൾ എന്താണ് ഞാൻ മാറ്റൂല, എനിക്ക് പറ്റൂല. ഇതൊക്കെ ഭയങ്കര ക്രൂരതയാണ്. എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. അച്ഛൻ മൈലാടിയിൽ നിന്ന് ഈ പത്മപീഠക്കല്ല്, അച്ഛൻ ഇരിക്കാനുള്ള പത്മപീഠക്കല്ലും വൈരിയിടാനുള്ള ദിളക്കല്ലെല്ലാം അച്ഛൻ ഓർഡർ ചെയ്ത് 5 കൊല്ലത്തിന് മുമ്പേ വരുത്തിയതാണ്. പക്ഷെ വരുത്തിയിട്ട് ഇപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഞാൻ സമാധിയാവാൻ എനിക്ക് സമയമായി എന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ സമാധി ആവാൻ വേണ്ടി അവിടെ ചെന്ന് അച്ഛൻ പത്മാസനത്തിൽ ഇരിക്കുകയാണ്. ആ പീഠത്തിൽ ഞാൻ ഞെട്ടി. പക്ഷെ വാസുവേട്ടൻ പത്മാസനത്തിൽ ഇരുന്നിട്ട് എന്നെ അനുഗ്രഹിച്ച് ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്ന സമയമാണ്. ആ സമയം അങ്ങനെ ആരും കാണാൻ പാടില്ല. താനെന്തൂളത്തരവാടാ ഈ പറയുന്നത്? വിഷ്വൽ സാർ കാര്യം മനസ്സിലാക്കണം. ഇക്കണ്ട ആളുകൾ അത്രയും പൊട്ടന്മാരൊന്നുമല്ല. ഞാൻ ചെയ്തത് തെറ്റല്ല, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നീയാണല്ലോ കോടതി. മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കാര്യം പ്രവർത്തിക്കുക. ഞാൻ പറയുന്നതിന് എന്റെ തള്ള, എന്റെ പൊന്ന് തള്ള, നടന്നുപോയി അദ്ദേഹം അവിടെ ഇരുന്നു സമാധിയായി. സത്യമാണ്. ശിവൻ പൂജ വേറെ ഒരു മാറ്റമില്ല. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിലെന്തോ കൈയുണ്ട്. തെളിയിക്കണമെങ്കിൽ മൃതദേഹം എടുത്ത് പോസ്റ്റ്മോർട്ടം ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ശേഷി എനിക്കില്ല. ഞാൻ ഇറങ്ങാം.